ഹായ്, നമുക്ക് നമ്മുടെ ടൂത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കണ്ടാലോ? നമ്മൾ ചിരിക്കുമ്പോൾ ഇനാമലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ല വൈറ്റ് കളർ പോർഷൻ മാത്രമാണ് എപ്പോഴും കാണുന്നത്, അല്ലെ? കണ്ണാടി നോക്കുമ്പോൾ എപ്പോഴും അതല്ലേ കാണുന്നത്. പക്ഷേ നമ്മുടെ ടൂത്ത് ഓഫ് ദ ടൂത്ത് എല്ലിന്റെ ഉള്ളില് ടിഷ്യൂവും ബോണൊക്കെ കവർ ചെയ്തിട്ട് ഇരിപ്പുണ്ട്. ഡെന്റൽ സർജൻസ് ഒക്കെ പറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടിയാണ് പുറത്തേക്ക് വരിക. അപ്പൊ നമുക്ക് ആ പല്ലുകളൊക്കെ ഒന്ന് കണ്ടാലോ? ഈ കാണുന്നതെല്ലാം ഒറിജിനൽ ഹ്യൂമൻ ടൂത്ത് ആണ് കേട്ടോ. മുതിർന്നവരുടെ പല്ലുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ, കുട്ടികളുടെ പല്ലുകളില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പല്ലിന്റെ പൂർണ്ണ രൂപം വരിക, വേരും കടിക്കുന്ന ഭാഗം എല്ലാം കൂടി ചേർത്തിട്ട്. ഈ കാണുന്നത് താഴത്തെ മുൻനിരയിലെ പല്ലുകളാണ്, ഒറ്റ വേര് ഉണ്ടാവാറുള്ളൂ. ഈ കാണുന്നത് മേലത്തെ മുൻനിരയിൽ നമ്മൾ ചിരിക്കുമ്പോൾ ആദ്യം കാണില്ലേ, ആ ഒരു പല്ലാണിത്. അതിനോട് ചേർത്ത് നിൽക്കുന്ന ഒരു പല്ലുണ്ട്, അതിനും ഒരു വേര് തന്നെയുള്ളൂ. ഈ കാണുന്നത് കോമ്പലാണ് കേട്ടോ, താഴത്തെ നിരയിലെ കോമ്പലാണ്. മേലത്തെ നിരയിലെ കോമ്പലിന് ഇത്തിരി ബൾക്ക്നെസ് വരുന്നേ ഉള്ളൂ, ഇതുപോലൊക്കെ തന്നെയാണ്. ഇത് കോമ്പലിനോട് ചേർന്നിരിക്കുന്ന താഴത്തെ നിരയിലെ പല്ലുകളാണ്, പ്രീമോളാർ എന്ന് പറയും. ഓർത്തോ ചെയ്യുന്ന സമയത്ത്, പല്ല് കമ്പി ഇടുന്ന സമയത്ത് നമ്മൾ എടുക്കാനായിട്ട് പല്ല് എടുക്കാൻ പറയുമല്ലോ, ആ സമയത്ത് അധികം പ്രിഫർ ചെയ്യുന്ന പല്ലുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇത് മേലത്തെ നിരയിലെ പ്രിമോളാർ ആണ്. ചിലപ്പോൾ വേരുകൾ ഇങ്ങനെ ഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബൈഫർക്കേറ്റഡ് ആയിരിക്കും. ഇതും ഓർത്തോ ചെയ്യുമ്പം നമ്മൾ എടുക്കാൻ വേണ്ടി പല്ലെടുക്കാൻ പറയുമല്ലോ, ആ സമയത്ത് പ്രിഫർ ചെയ്യുന്ന പല്ലുകളിൽ ഒന്നാണിത്. അതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നത്, കേടൊന്നുമില്ലാതെ നല്ല ഭംഗിയിലിരിക്കുന്നത്. ഇത് മേലത്തെ നിരയിലെ അണപ്പല്ലുകളാണ്. 3 വേരുകളാണ് പല്ലുകൾക്ക് ഉണ്ടാവുക. ചിലപ്പം ഇത് 3ഉം ഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 വേരുകൾ ഫ്യൂസ്ഡ് ആയിരിക്കും. ഇതിനകത്ത് 3 വേരും സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന പല്ലില്ല കേട്ടോ, 2 എണ്ണം ഫ്യൂസ്ഡ് ആണ്. ഇതിനകത്ത് കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പുറത്തെ ഇതിൽ 3 വേരുകളും ഫ്യൂസ്ഡ് ആണ്. അങ്ങനെ പല ഷേപ്പിലായിരിക്കും ഇതിന്റെ വേരുകളൊക്കെ വരിക കേട്ടോ. ഇത് താഴെ നിരയിലെ അണപ്പല്ലാണ്. 2 വേരുകളാണ് ഉണ്ടാവുക. നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല വീതി ഉണ്ടായിരിക്കും. ഒരു 2 വേര് ഫ്യൂസ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് കണ്ടോ. ഓൾമോസ്റ്റ് എല്ലാ പല്ലുകളും തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മുടെ പല്ലുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് മേലത്തെ നിരയിലെ പല്ലുകളുടെ ഒരു നിരയാണ് ഈ കാണുന്നത്. സെൻട്രൽ ടൂത്ത് ഉണ്ട്, ലാറ്ററൽസ് ഉണ്ട്, കനൈൻ നമ്മുടെ കോമ്പലുണ്ടല്ലോ അതുണ്ട്, പ്രീമോളാർസ് ഉണ്ട്, മോളാറുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ പല്ലുകൾ അറേഞ്ച് ചെയ്ത് വരിക. ശരി, ബൈ.